ഇടതുമുന്നണി രാഷ്ട്രീയത്തിൽ CPIയെ ഒന്നുമല്ലാതാക്കി വെട്ടിനിരത്തിയിരിക്കുകയാണ് CPM. അല്ലെങ്കിലും വെട്ടിനിരത്തലിന് CPMനെ കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കി ആരുള്ളൂ. അതുകൊണ്ട് തന്നെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട് CPI വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വലിയ വായിൽ പ്രസ്താവന നടത്തിയതല്ലാതെ കാര്യമായ ഒരു നടപടിയും എടുക്കുന്നത് കണ്ടില്ല. CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളായ AYF-ഉം AISF-ഉം തിരുവനന്തപുരത്ത് വലിയ പ്രതിഷേധ മാർച്ചെല്ലാം നടത്തി പോലീസുമായി ചെറിയ ഉന്തും തള്ളും ഉണ്ടാക്കി. AYF-ന്റെ നേതാക്കന്മാർ വലിയ പ്രതിഷേധ കുറിപ്പെല്ലാം ഇറക്കി നമ്മൾ കണ്ടു. മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്ന് പ്രതികരണം നടത്തിയതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ കാര്യക്ഷമമായി ഇടപെടുന്ന വിഷയത്തിൽ CPI CPM-ന് മുന്നിൽ മുട്ടുമടക്കി എന്നതിൽ തർക്കമില്ല. ഇടതുമുന്നണിയിലെ വല്യേട്ടനായ CPM-നെ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ പ്രകോപിപ്പിക്കേണ്ട എന്ന നിലപാടാണ് CPIക്കുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ CPIയെ നയിച്ച അതികായകരായ കേരള രാഷ്ട്രീയത്തിലെ തന്നെ അതികായകരായ ചില നേതാക്കന്മാരുണ്ട്. CK ചന്ദ്രപ്പനെ പോലെ, MN പോലെ, വെളിയം ഭാർഗവനെ പോലെയുള്ള നേതാക്കന്മാർ. വെളിയം ഭാർഗവനും CK ചന്ദ്രപ്പനുമെല്ലാം CPIയെ നയിച്ച കാലത്ത് CPM-ന്റെ ആലയിൽ കൊണ്ടുപോയി CPM-നെ കെട്ടിയ പാരമ്പര്യമായിരുന്നില്ല CPM-ഐക്ക്. ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിലെ തിരുത്തൽ ശക്തി അല്ലെങ്കിൽ ഇടതുമുന്നണി രാഷ്ട്രീയത്തിലെ തിരുത്തൽ ശക്തിയാണ് CPI എന്ന രാഷ്ട്രീയ നിരീക്ഷകരും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും അടക്കം പറഞ്ഞ കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് തിരുത്തൽ ശക്തിയല്ല, CPM-നെ തിരുമ്മൽ ശക്തിയായി CPI അധപ്പതിച്ചിരിക്കുകയാണ്. കാരണം CPIക്ക് കൃത്യമായി ഒരു വിഷയത്തിലും നിലപാടില്ല. PM ശ്രീ പോലെയുള്ള വലിയ പദ്ധതി, സംഘപരിവാർ വൽക്കരണം, പാഠ്യപദ്ധതിയിൽ സംഘപരിവാർ വൽക്കരണം നടപ്പിലാക്കാൻ CPM തീരുമാനിച്ചപ്പോൾ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ, മുന്നണിയിൽ ഏറ്റവും കൂടുതൽ മന്ത്രിമാരുള്ള CPIയെ അത് അറിയിക്കാനുള്ള മര്യാദ പോലും CPM നേതൃത്വം കാണിച്ചില്ല. എന്തിന്? ഈ പദ്ധതി ഒപ്പിട്ടതിന് ശേഷമാണ് CPI ഈ വിവരം അറിയുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യാതെ, മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷി എന്ന് അവകാശപ്പെടുന്ന CPI നേതൃത്വത്തോട് പോലും ചർച്ച ചെയ്യാതെ CPM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയും ഇതിന് ഒപ്പുവെച്ചപ്പോൾ CPIയെ മണ്ടന്മാരാക്കിയിരിക്കുകയാണ്. CPI മുന്നണി രാഷ്ട്രീയത്തിൽ തങ്ങൾക്ക് CPI അങ്ങ് മുന്നണി വിട്ടുപോയാൽ ഒരു ചുക്കും ചുണ്ണാമ്പും വരാനില്ല എന്ന നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. പക്ഷേ CPM-ന്റെ തൊഴുത്തിൽ കെട്ടിയ പശുവിനെ പോലെ CPM നൽകുന്ന കഞ്ഞിവെള്ളവും പുല്ലും കുടിച്ചും കഴിച്ചും ജീവിക്കേണ്ട ഗതികേടിലേക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധപ്പതിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല വിഷയങ്ങളും എടുത്ത നിലപാട്, കേരളം ചർച്ച ചെയ്ത നിലപാടെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്നാൽ ബിനോയ് വിശ്വം അതിന്റെ സംസ്ഥാന നേതൃപദവിയിൽ എത്തിയപ്പോൾ, സംസ്ഥാന സെക്രട്ടറി പദവിയിൽ എത്തിയപ്പോൾ ബിനോയ് വിശ്വം ആദർശത്തെ പണയം വെച്ചിരിക്കുകയാണ്. CPIയുടെ ആദർശത്തെ CPM-ന്റെ ആലയിൽ പണയം വെച്ച സെക്രട്ടറി എന്ന് ബിനോയ് വിശ്വത്തെ വിളിക്കാൻ സാധിക്കും. ബിനോയ് വിശ്വത്തിനെതിരെ അല്ലെങ്കിൽ CPIയുടെ മൂല്യച്യുതിക്കെതിരെ, CPIയുടെ തരംതാണ ഇടതുപക്ഷ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ KE ഇസ്മയിലിനെ പോലെയുള്ള, C ദിവാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കുന്ന സാഹചര്യത്തിലേക്ക് ബിനോയ് വിശ്വം മാറിയിരിക്കുകയാണ്. CPIയെ മുച്ചോട് മുടിപ്പിക്കുക, നശിപ്പിക്കുക എന്ന ദൗത്യമാണ് ബിനോയ് വിശ്വം ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദം കത്തിജ്വലിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും? പറഞ്ഞ വാക്ക് പ്രാവർത്തികമാക്കാൻ കഴിവുണ്ടെങ്കിൽ AYF-ഉം AISF-ഉം സർക്കാരിനെതിരെ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരെ തെരുവീതികളിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ ബിനോയ് വിശ്വത്തിന് നട്ടെല്ലിന്റെ സ്ഥാനത്ത് ഒരു വാഴപ്പിണ്ടിയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കാനുള്ള ധാർമ്മികതയെങ്കിലും കാണിക്കണം.